നമസ്കാരം. വാർത്താ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ചെറിയ പണിയാണ് നമ്മൾ എടുത്തത് വിചാരിക്കേണ്ട. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കും. താങ്ക് യു. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയാണ്. നല്ല ഒന്നാന്തരം ഒരു ഭീഷണിയുടെ സ്വരമല്ലേ ആ കേട്ടത്? ആരെയാണ് ഭീഷണിപ്പെടുത്തത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലുള്ള ആരെയുമല്ല, ഇന്ത്യക്കാരെ പോലുമല്ല, മറ്റൊരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിനെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ വരാതെ മറ്റെവിടെയെങ്കിലും പോയി കളിക്കാം എന്ന് അർജന്റീന ടീം മനസ്സുകൊണ്ട് പോലും വിചാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പണിതരും, അല്ലെങ്കിൽ ഞങ്ങൾ പണിതരും എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. 130 കോടിയോളം കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഫിഫയ്ക്ക് കൊണ്ട് പരാതി കൊടുക്കുമോ അതോ ഇൻ്റർനാഷണൽ കോടതിയിൽ കൊണ്ട് പരാതി കൊടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കിളി പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് അർജന്റീനയൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ വന്ന് കളിക്കാതെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും വന്ന് കളിക്കാം എന്നൊക്കെ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നു. 130 കോടിയുടെ കണക്ക് പറയുന്നു. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി ഇവരായിരുന്നോ ശരിക്കും മെസ്സിനെയും ടീമിനെയും അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയെന്നറിയില്ല. പക്ഷേ ഒരു മന്ത്രി, കേരളത്തിൻ്റെ കായിക മന്ത്രി തള്ളിമറിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം കൊണ്ടുവരുമെന്നും ഏതാണ്ട് 7 ദിവസത്തോളം കേരളത്തിൽ കാണുമെന്നൊക്കെയാണ് നേരത്തെ തള്ളിമറിച്ചിരുന്നത്. അതൊന്നും നടക്കില്ല എന്നിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഈ അംഗനവാടി കുട്ടികൾക്ക് ബിരിയാണി, ഒരു കൊച്ചു കുഞ്ഞ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബിരിയാണി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജിൽ വാർത്തയും മറ്റുമൊക്കെ വന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു തള്ളായിരുന്നു ഇത്. ഇപ്പോൾ ബിരിയാണിയും ഇല്ല, ഒരു മാങ്ങാത്തൊലി ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇത് കണ്ടപ്പോൾ നടൻ കുഞ്ചാക്കോ ബോബൻ തന്നെ ഒരു ഡയലോഗ് പറയുന്നത് കേട്ടു. ജയിലിലുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾക്ക് അതിനുള്ള ഭക്ഷണം ഇല്ല എന്നുള്ള രീതിയിൽ. ജയിലിലുള്ളവർക്കല്ല ഭക്ഷണം കൊടുക്കേണ്ടത്, കുട്ടികൾക്കാണ് എന്ന തരത്തിൽ പറയുന്നു. അപ്പോൾ വി ശിവൻകുട്ടി പറയുന്നു, ഒരു ദിവസം സ്കൂളിലേക്ക് വാ, കുഞ്ചാക്കോ ബോബൻ വാ, എന്നിട്ട് അത് കഴിച്ചിട്ട് പറയുകയാണ്. കുഞ്ചാക്കോ ബോബനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു ദിവസം തീരുമാനിക്കുകയാണെങ്കിൽ ഒരിക്കലും മുന്നേ ഇവരോട് പറയരുത്. മുന്നേ ഇവരോട് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടും തീർച്ചയാണ്. പറയാതെ പോയിട്ട് നിങ്ങൾ ഒന്ന് നോക്കൂ കുട്ടികൾ എന്താണ് കഴിക്കുന്നത്. എന്തായാലും അംഗനവാടി കുട്ടികൾക്ക് ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല. ഇവർ ബിരിയാണി കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴേ അറിയാമായിരുന്നു. എല്ലാം ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ ഇവർക്ക്. ആ സമയത്ത് എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്ത കൊടുക്കും. പിന്നീട് പകുതി ആൾക്കാർക്കും അറിയില്ല ഇത് കൊടുക്കുന്നുണ്ടോ, ഇത് നടന്നോ. എല്ലാ പദ്ധതി എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന്. എൻഡ് റിസൾട്ട് ഇതാണ്. ഇപ്പോൾ K-Phone ആവട്ടെ, നീം ഓട്ടെ ആവട്ടെ, കോക്കോണിക്സ് ആവട്ടെ, ഇങ്ങനെ ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം കൊട്ടിഘോഷിച്ച് കൊണ്ടുവരും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഈ സാധനം ഇത് നടക്കാൻ പോകുന്നു എന്ന് വിചാരിക്കും. ഇത് പിന്നീട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതിൻ്റെ എൻഡ് റിസൾട്ട് വട്ടപൂജ്യമാണ്. ഇടയ്ക്ക് 20 രൂപയുടെ ഊണിൻ്റെ ഒരു പരിപാടി ഈ കുടുംബശ്രീ അംഗങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് അവർ കയ്യിൽ നിന്നും കാശൊക്കെ ഇട്ട് ഹോട്ടലും മറ്റുമൊക്കെ തുടങ്ങി. അവസാനം അവർക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന പണം സർക്കാർ കൊടുക്കാതായപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ വന്ന് അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ കടവുമായി. പിന്നീട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഹെഡ് മാസ്റ്റർമാർ അവരുടെ കയ്യിൽ നിന്നെടുത്തിട്ടാണ് ഇപ്പോഴും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളുടെ സ്കൂളിൽ ഇത് കണക്ക് PTA മീറ്റിങ്ങിന് പോകാൻ നേരത്ത് അവർ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, നാണക്കേടുണ്ട്. അപ്പോഴും ലക്ഷങ്ങളുടെ കടമാണ്. ഈ പുറത്ത് പോയി കടകൾ അരി മേടിച്ചതും പച്ചക്കറി മേടിച്ചതും മറ്റുമൊക്കെ ആയിട്ടുള്ളതാണ്. ഇതവർക്ക് കിട്ടും, പക്ഷേ ഏത് കാലത്ത് തിരിച്ചു കിട്ടാനാണ്? ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇവരെ ഇടയ്ക്ക് പറയുമല്ലോ സിസ്റ്റം ശരിയല്ലെന്ന്. ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കിടക്കുന്നത്. ഇവർ ഈ മന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ മാറിയിരുന്നോട്ട് തള്ളിമറിക്കും. നാളെ മുതൽ അംഗനവാടികൾ ഈ ബിരിയാണി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ ഇന്ന സാധനം ഉണ്ടായിരിക്കും എന്ന് പറയും. എന്നിട്ട് ഇതിൻ്റെ പിന്നാലെ അവരാണ് ഓടേണ്ടത്. അംഗനവാടിയാണെങ്കിൽ അംഗനവാടി ടീച്ചറാണ് ഓടേണ്ടത്, സ്കൂളിലാണെങ്കിൽ ഹെഡ് മാസ്റ്ററാണ് ഓടേണ്ടത്. അവർക്ക് എപ്പോഴോ പണം കിട്ടും. ഇതൊക്കെ തന്നെയാണ് കുട്ടനാട്ടിലെ നെൽകർഷകർക്കും. അവർ ഈ നെല്ല് വിളയിച്ചു, അത് കൊയ്തു, അത് നെല്ലാക്കി കയറ്റിവിട്ടു, അത് കടയിലെത്തി, നമ്മൾ കഴിച്ചു, ദഹിച്ചു പോയാലും അവരുടെ കയ്യിൽ പണം കിട്ടാറില്ല. എത്രയോ മാസം കഴിച്ചിട്ടാണ് കിട്ടുന്നത്. എന്നാൽ ഒരേ രാജ്യത്തെ ഒരേ നിയമത്തിന് കീഴിലുള്ള അവിടോട്ട് നോക്കുക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലും നെൽകൃഷിയുണ്ട്. അവർക്കൊന്നും ഈ പ്രശ്നമില്ല. അപ്പോൾ പ്രശ്നം ഇവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ അവരുടെ നെല്ല് കുത്തി അരിയാക്കി നമുക്ക് വിൽക്കുകയാണ്. അങ്ങനെ അവർ ലാഭം ഉണ്ടാക്കിയാണ്. അവർ സ്വാഭാവികമായിട്ടും കിട്ടേണ്ടേക്കാൾ കൂടുതൽ ലാഭം അവർക്ക് കിട്ടുകയാണ്. അതേ വളം തന്നെയല്ലേ ഇവിടെയും ഉപയോഗിക്കുന്നത്, അതേ വളത്തിൻ്റെ വില തന്നെയല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നയമാണ് ഇവർ ഈ ന്യായീകരിക്കുന്നത്, ക്യാപ്സൂൾ ഇറക്കുന്നത്. ആ ന്യായീകരണവും ക്യാപ്സൂളും ചീറ്റുന്നത് അങ്ങനെയാണ്. കാരണം ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് തെലുങ്കാനയുള്ളത്. ഇവിടെ എന്താണോ കേന്ദ്ര നയം അത് തന്നെയാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ഇവിടെ എന്താണോ കേന്ദ്ര നയം അത് തന്നെയാണ് ബംഗാളിലുള്ളത്. അപ്പോൾ അവർക്ക് ആ നെല്ല് അവിടെ ഉൽപ്പാദിപ്പിച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പറ്റുന്നില്ല? അങ്ങനെയുള്ള ചോദ്യം പക്ഷേ ഇവിടെ ആരും ചോദിക്കുന്നില്ല. മാധ്യമപ്രവർത്തകർ പോലും ചോദിക്കുന്നില്ല. ഇവിടെ ഒടുക്കത്തെ കൂലി വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ കർഷകർ
ഈ നെൽ കൃഷി ചെയ്യുന്നവർ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരാം. എല്ലാ കാര്യത്തിലും തുടക്കമിട്ട് വെക്കുക. തുടക്കമിട്ട് വെച്ചിട്ട് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ട് കൊടുക്കും. പിന്നീട് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും പകുതി ആളുകൾ ഈ സംഭവം തന്നെ അങ്ങ് വിട്ടു. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ആദ്യം വന്ന വാർത്തയാണ് കിടക്കുന്നത്. അംഗനവാടി കുട്ടികൾക്ക് ഇടതു സർക്കാർ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന വാർത്ത മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന കാര്യം അവരറിയുന്നില്ല. ഇത് തന്നെയാണ് മെസ്സി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാർഡടച്ച് അവരൊരു പ്രചരണം നടത്തി. മെസ്സി 7 ദിവസം കേരളത്തിൽ കാണുമെന്ന തരത്തിൽ. അവസാനം മെസ്സിയുമില്ല മേഴ്സിയും ഇല്ലാത്ത അവസ്ഥയിലായി. ഇപ്പോൾ മെസ്സി വരാത്തതുകൊണ്ട് മെസ്സിയെ അർജൻറ്റീന ടീമിനെയും കൂടെ ഭീഷണിപ്പെടുത്താൻ ഒരു മാധ്യമ ചാനലിൻ്റെ ഉടമ തന്നെ വന്നിരുന്ന് കിളി പോയ കണക്ക് പറയുന്ന വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. ഇത് കേരളമാണ്, പ്രബുദ്ധ കേരളമാണ്. ഇതൊക്കെ കണ്ട് എൻ്റെ നിങ്ങളുടെയും കൂടെ കിളി പോകാതിരുന്നാൽ ഭാഗ്യമെന്നേ പറയാനുള്ളൂ.